വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എന്നും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ടിപ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാനൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് ഉപകാരപ്പെടുക. അപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ തലവേദനയാണ് നമുക്ക് ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അലക്കുന്ന ബാത്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അലക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അവിടെ അലക്കും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. നമ്മളൊരു ദിവസമൊക്കെ ഉരക്കാതെ എന്താ പറയുക നന്നാക്കാതെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറ്റ അഴുക്കായി കിടക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടാതെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വാൾ ടൈൽ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം വൃത്തികേടാണെന്ന്. അതുപോലെ നമ്മുടെ ഡോറ്, ബാത്റൂമിൻ്റെ ഡോറാണിത്. അപ്പോൾ ഇതൊക്കെ സോപ്പിൻ്റെ പതയൊക്കെ എന്താ പറയുക നമ്മൾ അലക്കി വെച്ചിട്ട് അലക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളം പാരാതെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊക്കെ അർജൻറ്റായി നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ടി വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇതുപോലെയൊക്കെ ആകെ സോപ്പിൻ്റെ പതയൊക്കെ വീണ് ആകെ ഉണങ്ങി കടിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അധികം നമുക്ക് മെനക്കെടാതെ എങ്ങനെ ക്ലീൻ ആക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു സ്പൂണ് സർഫ് പൊടി എടുത്തിട്ടുണ്ട്, സോപ്പ് പൊടി. ഒരു സ്പൂൺ നമുക്ക് എത്രത്തോളം അഴുക്കുണ്ടോ അതിനനുസരിച്ച് കൂട്ടാട്ടോ. അതുപോലെ അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഉപ്പ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമുക്ക് നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറുനാരങ്ങേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ മുഴുവൻ എടുക്കാം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ എന്താ പറയുക ലെമണിൻ്റെ ജ്യൂസൊക്കെ എല്ലായിടത്തും എത്തി ഈ ഒരു പേസ്റ്റിൽ എത്തി പേസ്റ്റ് രൂപത്തിലാവണം. അലിയല്ല കേട്ടോ, പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തി വെക്കുക. എങ്കിൽ ഞാൻ പിന്നീട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് കയ്യിന് ഒരു ഗ്ലൗസാണ് വേണ്ടത്. അപ്പോൾ ഗ്ലൗസിന് പകരം നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവും ഒത്തിരി കവറുകൾ, നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറുകളുണ്ടാവും. അപ്പോൾ ഈ കവർ ഇതുപോലെ നമ്മുടെ കയ്യിലൊന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഗ്ലൗസിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ. ഇനി സ്ക്രബ്ബറോ ഒന്നും വേണ്ട. ഇതുപോലെ നമ്മുടെ ഈ കവറിൽ കയ്യിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അഴുക്ക് ഇളകി പോരുന്നത്. അങ്ങനെ ഞാൻ ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും, ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ബാത്റൂമൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപകാരമുള്ളൊരു വീഡിയോ തന്നെയാണ്. അതിനൊക്കെ ഈസി ആയിട്ടുള്ളൊരു ടിപ്സ് തന്നെ കേട്ടോ ഇത്. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും അലക്ക് സോപ്പും അതുപോലെ അലക്കുപൊടിയും. അതുപോലെ ഉപ്പില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒരു ചെറുനാരങ്ങയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ അഴുക്ക് പോരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളൊരു സ്ക്രബ്ബറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നുണ്ട്. നമ്മുടെ കൈകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അഴുക്ക് പോരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ നമ്മുടെ ഈ തിരുമ്പുന്ന കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അധികം ഒരു എന്താ പറയുക അധികം ഉണ്ടാകും. തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അഴുക്ക് ഒരു എച്ചിൽ കെട്ടിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതൊന്ന് വെള്ളം പാർന്ന് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അഴുക്കൊക്കെ ആ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ ഒരച്ച ഭാഗത്തുള്ളതൊക്കെ പോന്നിട്ടുണ്ട്. ഇനി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം. ഇതിന് സ്ക്രബ്ബറൊന്നും ആവശ്യമില്ല കേട്ടോ. സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. പക്ഷെ ഞാനിവിടെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പം തന്നെ ഇങ്ങനെ ആയി തന്നെ അഴുക്ക്
പോരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. എത്രയും പെട്ടെന്ന് ഇതാ ഈ ഭാഗത്തൊക്കെ ഈ തിരുമ്പുന്ന കല്ലിൻ്റെ ഈ സൈഡിലും കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപ്പ് എന്താ പറയുക എച്ചിൽ കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഉപ്പ് ഒരു ഉരമുള്ള സാധനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെയൊക്കെ ഇതുപോലെ വെള്ളം പാർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വൃത്തിയായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ബാത്റൂമിൽ ഡോറ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. വെള്ളം പാരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഈ സോപ്പിൻ്റെ എന്താ പറയുക ഉണങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒരതി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ കൈ വെച്ച് തന്നെ അധികം എന്താ പറയുക പ്രഷറൊന്നും കൊടുത്ത് ഒരതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഒരതി കൊടുത്താൽ മതി. അപ്പോഴേ തന്നെ നമ്മുടെ ഈ സോപ്പിൻ്റെ ഉണങ്ങി കിടക്കുന്നതൊക്കെ ഒന്ന് അലിഞ്ഞു പോരും. അതുപോലെ ഡോർമ ഉണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോരും കേട്ടോ. അങ്ങനെ ഞാൻ 2 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന്. നേരത്തെ നനവിലും നമുക്കിത് തെളിഞ്ഞ് കാണുമായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞൊന്നും കാണുന്നില്ല. അത്രയും എന്താ പറയുക സോപ്പിൻ്റെ പതയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗമൊക്കെ ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീൻ ആക്കുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ബാത്റൂം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് മനസ്സിലായില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ വാഷ് ബേസ് എങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കാം എന്നുള്ള കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളറ് വാഷ് ബേസാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു കറുത്ത പുള്ളി കുത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ തന്നെ ആട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുക. ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് വൃത്തിയാക്കുന്ന ഒരു ടിപ്സ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ പൈപ്പൊക്കെ കണ്ടില്ലേ എത്രത്തോളം വൃത്തികേടായി ഇരിക്കുന്നുണ്ടെന്ന്. അതുപോലെ വേസ് നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ വൈറ്റ് കളർ വേസിലെ കറുത്ത ഒരു കുത്തുകൾ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കാം. ഇതിന് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സാധനം തന്നെയാണ് വേണ്ടത്. ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇതൊന്ന് വൃത്തിയാക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനം തന്നെയാണ് ഉപ്പ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതൊന്ന് ഉരച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ഈ ഭാഗത്തും ഉപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി ഒന്ന് അമർത്തി ഉരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കറുത്ത പുള്ളികളൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മൾ ഈ സ്ക്രബ്ബറൊക്കെ ആയിട്ട് ഒന്ന് ഒരുതി കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലീനായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഈ ചെറിയ ഇടഭാഗങ്ങളിൽ അതുപോലെ നടുഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പയ്യൊരു ടൂത്ത് ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചളിയും അതുപോലെ അടുക്കൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അതുപോലെ പൈപ്പിൻ്റെ ഇടയിലൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് കൈയൊക്കെ ഒന്ന് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ ഭാഗത്തൊക്കെ ഇതുപോലെ നമ്മുടെ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ഈ പൈപ്പും ഈ സ്ക്രബ്ബർ കൊണ്ട് തന്നെ ഞാനൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വെള്ളം പാർന്ന് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ആ കറുത്ത പുള്ളിയൊക്കെ ഇതിൽ നിന്ന് വിട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ ഈ ഭാഗത്തൊക്കെ കിടക്കുന്ന കറുത്ത പുള്ളിയൊക്കെ ഒന്ന് പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീലിൻ്റെ സിങ്ക് ഉണ്ടല്ലോ, വാഷ് ബേസ്, അതിലും അടുക്കളയിലുള്ള വാഷ് ബേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ നമ്മുടെ പൈപ്പും നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ വാഷ് ബേസിൽ നമുക്കിത് യൂസ് ചെയ്യാട്ടോ. ഇതുപോലെ തന്നെ യൂസ് ചെയ്താലും നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാനത് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.